കൊൽക്കത്ത ലോ കോളേജിൽ നിയമവിദ്യാർത്ഥിനിയെ കൂട്ടബലാത്സംഗം ചെയ്ത സംഭവത്തിൽ കോളേജിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ അറസ്റ്റിൽ. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 4 സംഭവത്തിൽ പ്രതിഷേധം വ്യാപകമാവുകയാണ്. മുഖ്യമന്ത്രി മമതാ ബാനർജി രാജിവെക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. കൊൽക്കത്തയിലെ കസ്ബ പ്രദേശത്തുള്ള സൗത്ത് കൽക്കത്ത ലോ കോളേജിൽ ബുധനാഴ്ച വൈകുന്നേരമാണ് വിദ്യാർത്ഥിനി കൂട്ടബലാത്സംഗത്തിന് ഇരയായത്. ക്യാമ്പസിലെ സെക്യൂരിറ്റി ഗാർഡിന്റെ മുറിക്കുള്ളിൽ വെച്ചാണ് സംഭവം. 24-കാരിയായ വിദ്യാർത്ഥിനി പരീക്ഷ സംബന്ധിച്ച അപേക്ഷകൾ സമർപ്പിക്കാനായി ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് കോളേജ് ക്യാമ്പസിലെത്തിയത്. ലോ കോളേജിലെ മുൻ വിദ്യാർത്ഥിയും തൃണമൂൽ വിദ്യാർത്ഥി നേതാവുമായ മനോജിത് മിശ്ര, കോളേജിലെ വിദ്യാർത്ഥികളായ സായിബ് അഹമ്മദ്, പ്രമിത് മുഖ്യോപാധ്യായ എന്നിവർ ചേർന്ന് യുവതിയെ ബലമായി സെക്യൂരിറ്റി റൂമിലേക്ക് കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട്. വിവാഹാഭ്യർത്ഥന നിരസിച്ചതാണ് മിശ്രയെ പ്രകോപിപ്പിച്ചത് എന്നാണ് സൂചന. മനോജിത് മിശ്ര യുവതിയെ ഉപദ്രവിച്ച സമയത്ത് മറ്റ് 2 വിദ്യാർത്ഥികൾ റൂമിന് പുറത്ത് കാവൽ നിന്നുവെന്ന് യുവതി മൊഴിയിൽ പറയുന്നു. റൂമിന് പുറത്തു നിന്ന് സെക്യൂരിറ്റി വീഡിയോ റെക്കോർഡ് ചെയ്തുവെന്നും മൊഴിയിൽ അതിജീവിത പറഞ്ഞു. തൃണമൂൽ കോൺഗ്രസിന്റെ വിദ്യാർത്ഥി വിഭാഗത്തിന്റെ യോഗത്തിന് ശേഷമായിരുന്നു സംഭവമെന്നും റിപ്പോർട്ടുണ്ട്. മിശ്രയുടെ കാല് പിടിച്ച് കരഞ്ഞിട്ടും തന്നെ പോകാൻ അനുവദിച്ചില്ലെന്ന് അതിജീവിത പരാതിയിൽ പറയുന്നു. വിവാഹം കഴിക്കാൻ നിർബന്ധിച്ചതായും വിസമ്മതിച്ചപ്പോൾ പീഡന ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും യുവതി പറഞ്ഞു. ഇതിനിടെ കടുത്ത ശ്വാസമുട്ടൽ അനുഭവപ്പെട്ട താൻ ഇൻഹേലറിനായി അപേക്ഷിച്ചു. പക്ഷേ ആരും സഹായിച്ചില്ല. ലൈംഗികാതിക്രമത്തിനിടെ തലയിൽ ഹോക്കി സ്റ്റിക്ക് കൊണ്ട് അടിച്ചുവെന്നും മൊഴിയിൽ പറയുന്നു. ഉന്നത ബന്ധമുള്ളയാളാണ് പ്രതിയെന്നും തനിക്ക് നീതി ലഭിച്ചേ തീരുവെന്നും അതിജീവിത പറഞ്ഞു. കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിൽ ജൂനിയർ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവം നടന്ന് മാസങ്ങൾക്കുള്ളിലാണ് അടുത്ത കേസും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പെൺകുട്ടി നൽകിയ പരാതിയിലെ വിവരങ്ങൾ പുറത്തുവന്നതോടെ മമതാ ബാനർജി സർക്കാരിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.